അമേരിക്കയിലെ രണ്ട് പരമ്പരാഗത പാർട്ടികളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. ഇപ്പോഴിതാ പുതിയ വാർത്തകൾ വരുന്നു. ശതകോടീശ്വരൻ എലോൺ മസ്ക് അമേരിക്കൻ പാർട്ടി എന്നൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അമേരിക്കൻ പൊളിറ്റിക്സ് ഭയങ്കര ഡൊസൈലായിരുന്നു കുറേ കാലമായിട്ട്. ഡൊസൈലായിരിക്കുന്ന കാലം എന്ന് വെച്ചാൽ മുമ്പ് റിപ്പബ്ലിക്കൻ പാർട്ടി ആദ്യം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് കൗണ്ടർ പാർട്ടി ബിഗ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടിയായിരുന്നു. അപ്പം അത് മാറി റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള സെറ്റപ്പിലേക്ക് വരുന്നത് അമേരിക്കയുടെ സിവിൽ വാറിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ്, അബ്രഹാം ലിങ്കന് ശേഷമുള്ള കാലഘട്ടത്തിൽ. അതിനുശേഷം എന്ന് വെച്ചാൽ അമേരിക്കയുടെ പൊതുവേ ഒരു വളർച്ചയുടെ കാലഘട്ടം കൂടിയായിരുന്നു. ലോകമഹായുദ്ധങ്ങളിൽ മറ്റു രാജ്യങ്ങൾ തകർന്നപ്പോൾ അമേരിക്ക വളർന്നതാണ്. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ടും ഗവൺമെൻറ്റിന് അമേരിക്കക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവിടെ വേറൊരു പാർട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു വശത്ത് ബ്രിട്ടന്റെ തളർച്ചയും മറുവശത്ത് അമേരിക്കയുടെ വളർച്ചയായിരുന്നു. അപ്പം ജനാധിപത്യം നിലനിൽക്കുന്നത് ജനങ്ങളുടെ ആവശ്യത്തിനൊത്ത് വരുമ്പോഴാണ്. അപ്പം അമേരിക്കയിൽ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പം അൽഗോറിൻ്റെ ഇലക്ഷൻ വരെ ഉള്ള കാലഘട്ടത്തിൽ പൊതുവേ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സൗന്ദര്യ മത്സരം എന്നാണ്. അത് നമ്മളിവിടെയുള്ള നടക്കുമ്പോഴുള്ള ഈ കൊട്ടും വിളിയും നായാട്ടൊന്നും അമേരിക്ക ഇലക്ഷനിലില്ല. അൽഗോറിൻ്റെ ഇലക്ഷനോടുകൂടി പ്രശ്നങ്ങളത് കുറച്ച് മത്സരം തീവ്രമായി മാറി. ആ ജോർജ് ബുഷ് ജൂനിയർ എലക്ട് ചെയ്തപ്പെട്ട ഇലക്ഷനിൽ അത് കോൺട്രവേഴ്ഷ്യൽ ഇലക്ഷൻ 2001-2002 കാലഘട്ടത്തിൽ. അപ്പോൾ അതിനുശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ അമേരിക്കൻ പൊളിറ്റിക്സ് മാറ്റുന്നത്. അതിനുശേഷം 2008 സാമ്പത്തിക പ്രതിസന്ധി വന്നതോടുകൂടി അമേരിക്കയിൽ ഇപ്പം കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ മിഡിൽ ക്ലാസ്സിനെ വല്ലാതെ വേട്ടയാണ്. ജോലി നഷ്ടം, വലിയ കടത്തിലാണ് അമേരിക്ക. പിന്നെ പാവപ്പെട്ട 30 ട്രില്യൺ GDP ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 30 ട്രില്യൺ കടമുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ആരോഗ്യ പരിരക്ഷ ബുദ്ധിമുട്ടാവുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബാമ കെയർ കൊണ്ടുവന്നത്. അത് ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനത്തെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. വാജ്പേയിയുടെ കാലഘട്ടത്തിലും ഭീം യോജന എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് കൊണ്ടുവന്നത്. നമ്മളിവിടെ ഉള്ള ആളുകൾ പോയി ഉപദേശം കൊടുത്തിട്ടുണ്ട്. മോഡിയുടെ മോഡിയുടെ സമയത്ത് കോൾ സെക്രട്ടറി ആയിരുന്നു, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ പോയി ഉപദേശം കൊടുത്തിട്ടുണ്ട് ഒബാമയുടെ ടീമിന് ഈ വിഷയത്തിൽ. പക്ഷേ ട്രംപ് അതും പിൻവലിച്ചു. ട്രംപിൻ്റെ ഒരു ഭ്രാന്തമായ രീതിയിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആദ്യം അമേരിക്കയിലുണ്ട്. ഈ ആദ്യം നിന്നാണ് പിന്നെയും ഈ പറയുന്ന പോലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അവർ പുതിയ അവന്യൂസ് തേടുന്നത്. ആ അവന്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടി ഉണ്ടാവുന്നത്. പിന്നെ അത് ഇവിടുത്തെ പോലെയുള്ള ഏതെങ്കിലും സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരു പാർട്ടി ഉണ്ടാക്കണമെന്നില്ല. അവിടെ പാർട്ടി പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺലി മണി ഗെയിമാണ്. അല്ല, ഈ ട്രംപും മസ്കുമായിട്ട് തെറ്റിയത് തന്നെ ഒരു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നൊരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ട്രംപ്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ മസ്കിനെയും ട്രംപിനെയും വഴിപിരിയാൻ പ്രേരിപ്പിച്ചത്. അല്ല, അതിൽ പ്രധാനമായിട്ടും ട്രംപിന് ചില ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രീൻ എന്നത് ഇത്തരം ആശയങ്ങൾ അങ്ങേര് പണ്ടേ എതിരാണ്. അങ്ങേര് പറയുന്നത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന തട്ടിപ്പാണ് എന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ അത്ര അമേരിക്കയുടെ കാശ് മൊത്തം അധിക സമ്പന്നമായ ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കുകയാണ്. അത് പൊളിക്കണം എന്നാണ് അങ്ങനെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഒരു സോഷ്യലിസ്റ്റ് കൈൻഡ് ഓഫ് സാധനമാണ് റൈറ്റിസ്റ്റായി അങ്ങേര് പറഞ്ഞത്. ഇതൊക്കെയാണ് അങ്ങേർക്ക് വോട്ട് കിട്ടിയത്. അതിൻ്റെ ഭാഗമായി അങ്ങേരുണ്ടത് പ്രൊജക്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ വലിയ വിമർശകനായിരുന്നു മസ്ക്. പിന്നെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ഇദ്ദേഹത്തെ മസ്കിൻ്റെ വഴിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ മസ്കിൻ്റെ വഴിക്ക് മോഡിയുടെ വഴിക്കൊന്നും കിട്ടുന്ന ആളല്ല ട്രംപ് എന്നിപ്പോൾ ഇവർ രണ്ടുപേർക്കും മനസ്സിലായി. മോഡിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ടാം വിശ്വാസം മൊത്തം താകുന്നിരിക്കുകയാണ്. അതും താകുന്നു, അവിടെയും താകുന്നു, ഇവിടെയും താകുന്നു. ട്രംപിന് ഞാൻ ആ പണ്ടേ നിങ്ങളോട് പറഞ്ഞു. തിരിച്ചും അങ്ങനെയാണല്ലോ. ട്രംപ് കരുതിയതുപോലെ ഒരാളല്ല മോഡി. അല്ല, ട്രംപ് കരുതിയ മോഡി എന്താ ട്രംപിന് അറിയാം, അമേരിക്കക്കാർക്ക് അറിയാം. പക്ഷെ തിരിച്ചായിരുന്നു കരുതിയാണ് അവർക്ക് ഇലക്ഷന് വരാൻ വേണ്ടിയിട്ട്. ട്രംപിൻ്റെ കാര്യത്തിൽ അബദ്ധം മോഡിനായിരുന്നു, അവൻ്റെ മാതം ട്രംപിനല്ല, അതിന് മുമ്പുള്ള ആളുകൾക്ക്. അപ്പോൾ അവരാന്ന് വിചാരിച്ചത് താലിബാനെ പോലെ RSSനെ കൊണ്ടുനടന്ന് മോഡീനെ കൊണ്ട് മുല്ലാഹമ്മദ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ട്രംപിന് മോഡി ആരാന്നറിയാം. പിന്നെ പക്ഷേ ട്രംപ് വരുമ്പം കൂടുതൽ സഹായകരാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ഇന്ത്യൻ വോട്ട് ബാങ്ക് വളരെ നിർണായകമാണ് ചില മേഖലകളിൽ. അതിനെ മോഡിക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ചാനലൈസ് ചെയ്തൊക്കെ കൊടുത്തു, പക്ഷേ ഗുണവും കിട്ടിയില്ല എന്നാണ് പ്രശ്നം. അമേരിക്കക്കാരുടെ താല്പര്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കക്കാരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല താരിഫുകളും മറ്റും കൊണ്ടുപയോഗിച്ചു. ഇതേമാതിരി കുവൈറ്റ്, സൗദി അറേബ്യ. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പറഞ്ഞ വാക്ക് പാലിക്കണമെങ്കിൽ ആൻറ്റി ഇന്ത്യനായിട്ടുള്ള ആൻറ്റി ചൈനീസ് ഒക്കെ നിലപാടെടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ പോകുന്നത്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് മസ്കിനെതിരെയുള്ള നിലപാട്.
മസ്കിന് ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉണ്ടാക്കാൻ വലിയ രീതിയിലുള്ള സബ്സിഡി മറ്റു കാര്യങ്ങളും നൽകുന്നുണ്ട്. അതായത് സ്പേസ് എക്സ്പെഡിഷന് കൊടുക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. അല്ല, ബഹിരാകാശ ഗവേഷണ രംഗത്ത് പോലും ഇപ്പോൾ മസ്ക് കടന്നു വലിയ ഇൻസെൻറ്റീവ്സ്, ആ ഇൻസെൻറ്റീവ്സിന് അത് ബാധിക്കും. മാത്രമല്ല ഇനി അത് ഓഡിറ്റിങ്ങിനൊക്കെ തയ്യാറ്. ഓഡിറ്റിങ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ വിചാരിക്കണ ഒരാളെ കൊടുക്കുക, വിചാരിക്കണ ഒരാളെ രക്ഷപ്പെടുക, അതാണ് ഓഡിറ്റിങ്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അത് ട്രംപ് ഒരു ആയുധമായിട്ട് ഇയാൾക്കെതിരെ ഉപയോഗിക്കാം. ഏതായാലും ട്രംപ് ഈ രീതിയിൽ പോകുമെന്നൊരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. അദ്ദേഹം വിചാരിച്ചാൽ നമ്മൾ ഫണ്ടായിരുന്ന സമയത്ത് നമുക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ്. പിന്നെ ഒരു പാർട്ടി ഉണ്ടാകാനുള്ള സ്കോപ്പ് ഉണ്ടാവുന്നത് അവിടെ ഇപ്പോൾ ഒരു റിയാലിറ്റി ഉണ്ട്. കഷ്ടപ്പാടും ദാരിദ്ര്യം പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൻ്റെ പ്രശ്നം ഇയാൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. സോഫ ഈ കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യുമെങ്കിൽ മസ്കിന് വിജയം ഉണ്ടാകും. അത് പക്ഷേ മസ്കിന് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള. കാരണം മസ്ക് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ലിബറൽ സൊസൈറ്റിക്ക് ചേർന്ന കാര്യങ്ങളാണ്. ലിബറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വെൽ ടു ഡു ആയ ആളുകളായിരിക്കും. അത് എത്ര സാധാരണക്കാരുമായിട്ടും കണക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ യുവാക്കളെ ആകർഷിക്കാനാണ്. യുവാക്കൾ ഇന്റർനാഷണലി മസ്കിനുള്ള വലിയൊരു ആരാധകർ യുവാക്കളാണ്. മിഡിൽ ക്ലാസ്സും അദ്ദേഹത്തിന് യുവാക്കൾ അപ്പർ മിഡിൽ ക്ലാസ് ഈ ഭാഗപ്പെട്ട ആളുകളാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ അവരെ അദ്ദേഹത്തിന് ആകർഷിക്കാൻ പറ്റിയ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പറ്റുന്നത്. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരു നമ്മൾ പൊതുവേ കാണുന്ന മത്സരരീതി ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ഒരു അനിശ്ചിതത്വം ഒക്കെ അതിൽ ഭാഗമായിട്ട് വരും. ഇത്തിരി അതിൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മുതലാളി പാർട്ടി ഉണ്ടായി ലോകത്ത് എല്ലായിടത്തും പാർട്ടികളെ സപ്പോർട്ട് ചെയ്തത് മുതലാളിമാരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലുള്ള വൻ വ്യവസായികളാണ്. BJPയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നെ വലിയ വ്യവസായ ഗ്രൂപ്പുകളുണ്ട്. CPMന് പിന്നെ മുമ്പുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ വ്യവസായ ഗ്രൂപ്പുകളുടെ സപ്പോർട്ടുണ്ട്. അപ്പം വ്യവസായ ഗ്രൂപ്പുകളൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജനാധിപത്യത്തിൽ നിങ്ങൾക്കൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നോർത്ത് കൊറിയ പോലെ ആയിരിക്കണം. അപ്പോൾ അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. അതെങ്ങനെ അയാൾക്ക് കാറ്റർ ചെയ്യാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഞങ്ങളുടെ. ഇത് സംബന്ധിച്ച് മസ്ക് ഒരു അഭിപ്രായ സർവേ ഒക്കെ നടത്തി എന്നാണ് കേൾക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. അതിൽ വലിയ തോതിൽ അദ്ദേഹത്തിന് പിന്തുണ കിട്ടി. അതാണ് മസ്കിനെ ധൈര്യപ്പെടുത്തിയതെന്നും പറയുന്നു. അതൊക്കെ നടത്തിയിട്ടുണ്ടോ? ഒരു ഫീൽഡ് സ്റ്റഡി ഈ മസ്കിൻ്റെ ഒരു കാര്യത്തിലെന്ന് വെച്ചാൽ ഈ ടെസ്റ്റിനെ നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയായിരുന്നു. മസ്ക് ഏറ്റെടുത്ത് ലാഭത്തിലാക്കിയതാണ്. അപ്പോൾ മസ്ക് കൃത്യമായ ഫീൽഡ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതിന് വേറൊരു പ്രശ്നം വെച്ചാൽ ഇദ്ദേഹം വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മനുഷ്യൻ കൂടിയാണ്. ട്രംപിനെ കൊണ്ടുവന്നതിന് അവർ അപ്പം എപ്പോൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗുണകരമായി മാറിയിട്ടേ ഉള്ളൂ. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് വിജയിച്ച മസ്കിന് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ചിലപ്പം പറ്റിയെന്ന് വരും, ചിലപ്പം പറ്റിയില്ലെന്ന് വരും. അമേരിക്കയിലൊക്കെ ബിസിനസ്സും പൊളിറ്റിക്സും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നത് തെറ്റാന്നുള്ളൊരു തോന്നലില്ലാത്ത ഒരു രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയിലാണ് ബിസിനസ് ചെയ്യുന്നത് എന്തോ പാവമാണ്, മുതലാളിമാരെന്താ കള്ളന്മാരെന്നുള്ളൊരു, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അതൊരു വിജയത്തിലേക്ക് എത്താം. നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പ്രധാനമായും ആര് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. പൊതുവേ ഈ ഉപരിഭാഗം വോട്ട് ചെയ്യാൻ പോവില്ല. ഭൂരിഭാഗം യുവാക്കളും വൻതോതിൽ ഒരു ചലഞ്ചായിട്ട് എടുത്താൽ അയാൾ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ സ്ട്രാറ്റജി കുറച്ചുകൂടി മാറ്റി ഈ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്താൽ ഇപ്പോൾ ട്രംപിന് കിട്ടുന്ന വോട്ടിനെ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റിയാലും സാധ്യതയുണ്ട്. ഈ വിദേശ നയത്തിന്റെ കാര്യത്തിൽ മസ്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ട്രംപും മസ്കുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മളിപ്പം പറയേണ്ട, അതൊക്കെ അമേരിക്കയുടെ താല്പര്യം അനുസരിച്ചിരിക്കും. അടിസ്ഥാനപരമായിട്ട് അതിനകത്ത് വ്യത്യാസമൊന്നും വരില്ല. അത് അമേരിക്കയുടെ താല്പര്യം മാത്രമേ വരുള്ളൂ. ഇത്രയുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.